നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് ഗാന്ധിപുരം എന്ന് പറയുന്നത്. ഗാന്ധിപുരം നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഗാന്ധിപുരം, പേരൂർ, ഇവിടെ നിന്നൊക്കെ എനിക്ക് 100 കണക്കിന് അതിഥികൾ എടുത്തിട്ടുള്ള സ്ഥലം. നമസ്കാരം ഏട്ടാ, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. ഇവിടെ ആളുണ്ടോ? നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? നല്ല സുഖം. ഇതാണ് വിശേഷം അല്ലേ? ഇതെവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പോയിട്ടില്ല. ആ സമയത്ത് ഇവിടെ ആളുണ്ട്. ഇവിടെ നിന്ന് കയറി ഇതിനകത്ത് വരെ മാളമൊന്നുമില്ല. ഇത് നമുക്ക് എത്ര നാളാണ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വെറ്റിലെടുത്ത് വെച്ചിട്ട്? 8 മാസം. 8 മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ചാക്കൊക്കെ പൊടിഞ്ഞു പോകും അല്ലേ? നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ചാക്കൊക്കെ പൊടിഞ്ഞു പോകും അല്ലേ? മാറ്റാൻ വേണ്ടി ഫ്രണ്ടില് അതിന് വേണ്ടി ഇടാൻ വേണ്ടി എടുത്ത് വെച്ചതാ. ഓഹോ, അപ്പൊ കിട്ടി. പോയിട്ടില്ലെന്ന് ഉറപ്പല്ലേ? പക്ക. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ ഇവിടുത്തെ റെസിഡൻസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. പുള്ളി ഇപ്പോൾ ജ്യോതിഷനാണ്. ഇപ്പോൾ പുള്ളി ഈ റെസിഡൻസിൻ്റെ ചുമതല പുള്ളിക്കാണ്. ഇവിടുത്തെ ഞാനായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ഈ റെസിഡൻസ് ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ അടുത്ത് ഞങ്ങളായിട്ട് നല്ല ബന്ധപ്പെടും. പിന്നെ ഈ കോളുകൾ മൊത്തം പിന്നെ പുള്ളിയാണ് വിളിക്കുന്നത്. അങ്ങനെ പുള്ളി ഇവിടെ എനിക്കൊരു 10-25 കോളം ഈ ഒരു ഗാന്ധിപുരം മേഖലയിൽ അതിഥികളെ പിടിക്കാണ്ട് എന്നെ പിടിച്ചിട്ടുണ്ട്. കാട്ടുപാമ്പ് ഉൾപ്പെടെ, ചേര ഉൾപ്പെടെയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒരാൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളുണ്ട്. പാമ്പ് അതിഥിയെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അദ്ദേഹം ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. എല്ലാം നല്ല ടൈറ്റ് അല്ലേ? വലുതായിരുന്നോ ചെറുതായിരുന്നു കേട്ടോ? നല്ല സൈസ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് വേറെ ഹോളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഹോളൊന്നും. എലി മാഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? അടിപൊളി. ഇതായിരിക്കുന്നു അടിപൊളി. അധികം നമുക്ക് ചാക്കിന് എനിക്കൊന്നും ഹോളില്ല. ചാക്കിൻ്റെ ഇതായിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ തല എവിടെയൊന്നും മാത്രം കണ്ടില്ല. അയ്യോ, അതാ പറഞ്ഞു ചേട്ടാ, അത് ചെറുത് കൊണ്ടോ. അയ്യോ, ഇതിൻ്റെ അടിയിൽ കയറി ഒരു ചെറുത്. എന്താണെന്ന് കണ്ടില്ല, ചേരയാണെന്താണെന്ന് ചെറുത് എൻ്റെ അടിയിലോട്ട് താഴോട്ടാണ്. ഇത് എല്ലാം മാറ്റേണ്ടി വരുമല്ലോ. എന്താണ് തല ഇതായിരിക്കുന്നു, വാല അപ്പുറമുള്ളൂ, തല ഇതായിരിക്കുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഡോഗിൻ്റെ അറിയാമല്ലോ, ഡോഗ് വളർത്തുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഡോഗിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട്. നമുക്കിവിടെ മറ്റേ അധികം താഴോട്ട് പോകും. ഇപ്പോൾ നമ്മളിതാ ഇവിടെ അദ്ദേഹത്തിന് തല ഇവിടെ ഉണ്ട്, പക്ഷേ വാല് അടിപൊളി. അടിസാക്കേ, സൂപ്പർ, അടിപൊളി. കൂട്ടുകാരാ, അങ്ങ് വെളിയിലോട്ട് വാ. അടിപൊളി, വെളിയിലോട്ട് വാ. അപ്പോൾ നമുക്കിവിടെ എന്തായാലും പ്രിയപ്പെട്ട നമ്മുടെ ചേട്ടൻ ഇന്ന് എപ്പോഴും യാത്രയാണ് പുള്ളി. ഇന്ന് ആരോ ഗസ്റ്റ് വന്ന് കണ്ട് പുള്ളിയെ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇതേ എഴിഞ്ഞു വന്നു. പുള്ളി അതിൻ്റെ കൂടെ വന്നു. പിന്നെ പണിക്കാരുണ്ടായിരുന്നു, ഇവിടെ ഗ്യാസിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അതിനെ ഫോളോ ചെയ്ത് വരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കണ്ടു. നമുക്ക് വീണ്ടും അത് അകത്തേക്ക് കയറി നമുക്കിതാ അതിനെ പുറത്തേക്ക് ഇറക്കാം. ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ മറ്റേ ഈ ചാക്കിനടിയിലോട്ട് പോയ അതിഥി ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതെന്തായാലും മൂർഖൻ തന്നെയാണ്. പക്ഷേ മറ്റത് ഞാൻ കണ്ടില്ല, ആളാരാണെന്ന് ഞാൻ കണ്ടില്ല. വാല അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. വാലതേ അവിടെ നിന്ന് മാറ്റി. നല്ല ആഴമുണ്ട് കേട്ടോ. ചേട്ടാ, ഇനി എലിമാളുണ്ടെന്ന് തോന്നട്ടെ അതിൻ്റെ ഇടയിൽ അല്ലല്ലേ? ഓക്കെ. അതിനിറങ്ങിയാണ്, അതിറങ്ങി ചേട്ടാ. വാലിങ്ങ താഴെ നല്ല ആഴമുണ്ട് കേട്ടോ. അതിനകത്തെ ആഴമുണ്ട്. ചെറിയ ഇത് മതി ചേട്ടാ, ഇത് മതി.
അല്ല ചാക്ക് നമുക്ക് മെറ്റിൽ ഇളക്കാൻ പറ്റാത്തതുകൊണ്ടേ. ഇളക്കാൻ പറ്റിയെങ്കിൽ നോക്കാം. എന്തായാലും ഇളക്കണം, നമുക്ക് ചെറുതിനെ കണ്ടോണ്ടേ നമുക്ക് എന്തായാലും ഇളക്കിയേ പറ്റുള്ളൂ. അല്ലേട്ടാ ഇതിനകത്തെ മാളം ഇതുണ്ട് കേട്ടോ, എലിയുടെ സാന്നിധ്യം ഉണ്ട്. അത് ഇറങ്ങി ഒരൊറ്റ പോക്ക് അങ്ങ് പോവുകയാണ് എവിടെയോ അത്യാവശ്യപ്പെട്ട്. എന്തായാലും നമ്മൾ പുള്ളിക്കാരൻ കണ്ടത് നന്നായി. നല്ല സൈസ് നോക്കിയേ, ഏകദേശം 5 അടിയോളം നീളം വരുന്ന നല്ല ഒരു ഒത്ത മൂർക്കൻ. നല്ല ഒത്ത മുറുകൻ നോക്കിയതാ. എൻ്റെ ഹൈറ്റ് 5 അടി 9 ഇഞ്ച് ഞാനുണ്ട്, എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ തട്ടി വിട്ടുകൊണ്ട് അത് പെട്ടെന്ന് ഇറങ്ങി സ്പീഡിലങ്ങ് പോകണേ, കഴിഞ്ഞ് ഒറ്റ പോക്കങ്ങ് പോയനെ. എന്തായാലും നമ്മൾ നല്ല സൗകര്യം, ഇവിടെയൊക്കെ ഒരുപാട് മൂർക്കനതികൾ എനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് നല്ല സൈസുള്ള മൂർക്കനതികൾ കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇതിനേക്കാളും സൈസുള്ള അതികൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഇതിനകത്ത് നല്ല സൈസുള്ള അതിൽ നമ്മൾ പിടികൂടിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഇനിയും ഒരെണ്ണം കൂടി നമുക്ക് ഇവിടെ കിട്ടാനുണ്ട്. ഒരു ചെറിയ ചേരയാണോ മുറുക്കാണോ നമുക്കറിയില്ല. എന്തായാലും അതിനകത്ത് ഉണ്ട്, ഞാൻ കണ്ടു അതിനകത്തോടെ എഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ നമുക്ക് ചാക്കിലാക്കിയതിന് ശേഷം അതിനെ കൂടെ നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിച്ചിട്ട് ചാക്കി തരാം കേട്ടോ. നമ്മളത് സമയം കളയുന്നില്ല, നമ്മളെന്തായാലും ചാക്കിലാക്കി എന്താണെന്ന് ഞാൻ കണ്ടില്ല. എന്തോ സംഭവം എഴിഞ്ഞു പോകുന്ന ഞാൻ കണ്ടായിരുന്നു. എന്താണെന്നുള്ളതേ കാണാൻ പറ്റിയില്ല. ചാക്കിൻ്റെ അല്ല നോക്കട്ടെ, ഈ ചാക്കൊന്ന് പൊക്കാൻ പറ്റിയ അല്ല ഒരു ബക്കറ്റിങ് തരാമോ? നമുക്ക് 2 നോക്കിയിട്ട് വെള്ളം പിടിച്ചെന്ന് വെച്ചോ, ഒന്നിനകത്ത് ഒഴിച്ചു നോക്കാം. ബക്കറ്റിങ് എടുത്തോളാം, അത് തുളയ്ക്കാന്ന്. ഇല്ല ഇവിടെ എന്താണ് ഇങ്ങനെ വെള്ളം ഇവിടെ നിന്ന് പിടിക്കാം. അവിടെ ബക്കറ്റ് ഉണ്ട്, അവിടെയും പിടിച്ചോളണം. ആ ഇവിടെ തലയിട്ട്, ഇവിടെ മൂർക്കൻ, ചെറിയ മൂർക്കൻ ഇവിടെ തലയിട്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് കറക്റ്റ് തലയിട്ട് തിരിച്ചു പോയി. ഒരു കുഞ്ഞു മൂർക്കൻ ഞാനിവിടെ കണ്ട് തല കണ്ടു. പക്ഷേ ഇവിടെ ഞാൻ തല കണ്ടില്ല. ഇവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ വാല് താപ്പോട്ട് പോണതേ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ കറക്റ്റാവും തലയിട്ട്. ചെറിയൊരു മുറുകൻ. ഈ കഴിഞ്ഞ 2025 എന്താ പറയുക, ആ തുടക്കത്തിൽ 2-ാം മാസത്തിൽ 3-ാം മാസത്തിലൊക്കെ വിരിഞ്ഞ അതിഥിയായിരിക്കാം. ഒരു ചെറിയ മുറുക്കൻ, ഇത്രയും ചെറിയ തല, ഒരു 8-9 മാസം പ്രായമുള്ളൊരു മുറുക്കനെ തന്നെയാണ് ഞാനിവിടെ ഇപ്പോൾ കണ്ടത്. വലുതല്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് നേരം കഴിഞ്ഞെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വലുതിനെ പിടിച്ച സെയിം സ്ഥലത്താണ് ചെറുത് വരുന്നത്. അപ്പോൾ ഈ വലുത് അവനെ തട്ടിയേനെ, കഴിച്ചേനെ. അറിയാലോ, പാമ്പിനെ കഴിക്കുന്ന പാമ്പാണ്, നമുക്കറിയാലോ. എല്ലാ പാമ്പുകളും അങ്ങനെ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം മറ്റേ പൈപ്പ് ഇതാണ് വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാൻ ശ്രമിക്കുകയാണ്. അടിയിൽ ഹോളുണ്ടെന്നോ കേട്ടോ, അവിടെ തലയിട്ട് അത് ഞാൻ കണ്ടു ഉറപ്പായിട്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിനടി ഹോളുണ്ട് കേട്ടോ, ഉറപ്പായിട്ടുണ്ട്. ഇവിടെ നിന്ന് 1-2 ചാക്ക് എടുത്താലേ പറ്റുള്ളൂ. നമ്മൾ നോക്കാം. അല്ല വെള്ളം അത് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ചാക്ക് എടുത്താലേ പറ്റുള്ളൂ. ചാക്കൊന്ന് എടുത്ത് നോക്കാം.
മതി ചേട്ടാ നോട്ടെ. ഇനി നമുക്ക് അല്ല അല്ല നോട്ടെ, ചാക്കിൻ്റെ അടിയിലുണ്ടോ എന്ന് സംശയം. ഇല്ല ഭയങ്കര ഉറുമ്പ്. നോട്ടെ, ഉറുമ്പ് ഭയങ്കര എല്ലാം കയറ്റേണ്ടി വരും ചേട്ടാ, എല്ലാം. ആ വെള്ളം ഒഴിക്കാം, വെള്ളം ഒഴിക്കാം. നിങ്ങൾ മറിഞ്ഞു, കുറച്ച് മറിഞ്ഞ് വെക്കിലോട്ട് ഇറങ്ങി. നമ്മളിട്ട ചേട്ടാ മറിക്കും 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 കയറി കയറിയിരിക്കാം മറി. അല്ല അത് കയറിപ്പോയി. അത് മാറ്റാം. അതായിരിക്കും എവിടെ ഉണ്ട്. ആ നമുക്കിവിടെ ഇവിടെ കാണാൻ നോക്കിയുള്ളൂ. ചെറുതായിട്ട് ഇതിൻ്റെ അടിയിലോട്ട് എങ്ങോട്ടാണ് വരുന്നത്? പോണം വേണ്ട. ഇരിക്കും. അതാ ഇവിടുന്ന് വീണ്ടും പോയി. അതാ പോണ അടിപൊളി. അതിനകത്തൊട്ടൊന്നുമില്ല, മാറ്റാൻ പറ്റുന്നുണ്ട്. നോക്കി മാറ്റിയില്ലെങ്കിലേ ഇത് ചപ്പി പോയിനകത്ത്. അതാണ്ട് പോണേ അടിപൊളി. അത് മൂർക്കൻ. ഇപ്പം നമ്മൾ ഇദ്ദേഹത്തിനെ കാണാതിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനെ തട്ടിയേനെ, ഫുഡാക്കിയേനെ. രണ്ടുപേരും ഒരു സ്ഥലത്താണ് ഇരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെയൊക്കെ പേടിച്ച് അന്തം വിട്ട് നടന്നത്. നോക്കി, ചെറിയ മൂർക്കൻ, അത്ര വലുതൊന്നുമല്ല, ചെറിയ കുഞ്ഞു മൂർക്കൻ. ഏകദേശം 8 മാസത്തോളം പ്രായം വരുന്ന കുഞ്ഞൻ അതിഥിയാണ്. അപ്പോൾ എന്തായാലും പുള്ളി ആ വലുതിനെ കണ്ടതുകൊണ്ട് നമുക്കിതിനെ കിട്ടി. ഈ വലുതിനെ ഇല്ലെങ്കിൽ ഈ വലുത് ഈ ചെറുതിനെ കശാപ്പാക്കിയേനെ. അപ്പോൾ ഈ ചെറിയ സ്റ്റെപ്പൊക്കെ അദ്ദേഹത്തിന് ഈസിയായിട്ട് കയറി. ഇതൊരു ചെറിയ സ്റ്റെപ്പാണ്, ഹൈറ്റുള്ള സ്റ്റെപ്പല്ല, ഹൈറ്റ് കുറഞ്ഞ സ്റ്റെപ്പാണ്. ഹൈറ്റ് കുറഞ്ഞ സ്റ്റെപ്പിലൊക്കെ ഈസിയായിട്ട് അവർക്ക് കയറി പോകാൻ പറ്റും. കണ്ടോ, ഹൈറ്റ് കുറഞ്ഞ സ്റ്റെപ്പിൽ ഈസിയായിട്ട് കയറി പോകാൻ പറ്റും. കണ്ടോ, 8 മാസത്തോളം പ്രായം വരുന്ന അതിന്. ഇദ്ദേഹം കടിച്ചാലും അപകടമാണ്. ഇദ്ദേഹം കടിച്ചു പറഞ്ഞ് വേറെ നമ്മളിത് പറയും പേടിക്കേണ്ട, ചെറുതാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ചെറുതല്ലേ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഒരിക്കലും ചെറുതാണെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ചെറുതും അപകടകാരി തന്നെയാണ്. ഇതാ ഉറുമ്പ് ഒരു ഇഷ്ടം പോലെ കടിച്ചുണ്ട്. കയ്യിലത്രയും ചെറിയ ഉറുമ്പ് കടിച്ച് ഒരു പരുവാക്കിയാണ് ഇറങ്ങി പോകുന്നത് കുഞ്ഞൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ദൗത്യം വെറുതെ ആയില്ല. കാരണം 2 പേരും നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ വലിയ അതിഥിയെ കണ്ടു. വലിയ അതിഥിയെ കണ്ടപ്പോൾ നമുക്ക് ചെറുത് ഉണ്ടെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ചെറുത് നമുക്ക് കിട്ടി. പക്ഷേ ഇപ്പം നമ്മൾ കുറേ കൂടി താമസിച്ചിരുന്നെങ്കിൽ ചെറുതിനെ നമുക്ക് കിട്ടില്ലായിരുന്നു. കാരണം ഈ വലിയ അതിഥി അദ്ദേഹത്തിനെ ചാപ്പിട്ടനെ. വലിയ അതിഥി അദ്ദേഹത്തിന് 2 പേരും ഒരിടത്താണ് ഇരുന്നത്. പിടിക്കാനുള്ള സാഹചര്യം കിട്ടി കാണത്തില്ല, അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന് എത്തേണ്ട സാഹചര്യം ഉണ്ടായി കാണില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു, ചെറിയ പാമ്പൊന്നും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ഇത് വലുതിനെ പോലെ അപകടകാരി അല്ലെങ്കിലും നമ്മുടെ ജീവൻ അപഹരിക്കാൻ ഇദ്ദേഹത്തിന് ധാരാളം വനമുണ്ട്. ഉണ്ടല്ലേ, ചാക്കിനകത്തിരിക്കുന്ന വലിയ ഏകദേശം ഒരു 7-8 വയസ്സോളം പ്രായം വരുന്ന ഒരു വലിയ അതിഥി. ഇത് ചെറിയ 8 മാസത്തോളം പ്രായം വരുന്ന കുഞ്ഞൻ അതിഥി.
ഇവിടെയൊക്കെ ഒരുപാട് മൂർഖനദിയുള്ള സ്ഥലമാണ്. മൂർഖനും കാട്ടുപാമ്പും വെള്ളിക്കെട്ടനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഏരിയയൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം, നമുക്ക് ഇദ്ദേഹത്തിന് എന്തായാലും ബോട്ടിലാക്കാം. ചേട്ടാ ഒരു ബോട്ടിലിങ് തരാം, ബോട്ടിലിങ് തരാം. ഇത് ചെറുതാണ്, ഇതിന് നമുക്ക് എന്തായാലും മറ്റേ വലിയ ചാക്ക്, എനിക്ക് സത്യമായി എനിക്ക് ചില സമയത്തൊക്കെ ചിരി വരും. ഒരു വലിയ ഒരു വിരലിൻ്റെ കനമില്ലാത്ത പാമ്പിനെ ഒരു വലിയ 8 അടിയോളം നീളമുള്ള സഞ്ചിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് എനിക്ക് ചിരി വരും. സത്യം പറഞ്ഞാൽ 8 അടിയുള്ള 10 അടിയിലായാലും ഇതിന് കുറച്ചുകൂടി സേഫായിരിക്കും. ഈ കുപ്പിക്കകത്ത് അതിന് കുറച്ചുകൂടി സേഫാണ്. മറ്റേത് കണ്ടോ, ഇത്രയും ആവശ്യമേ ഉള്ളൂ. ഇത് 8 മാസം പ്രായമുള്ള ചെറിയ മൂർഖനദി, ഏകദേശം 7 വയസ്സിന് മേളിൽ പ്രായമുള്ള മൂർഖനദി. പക്ഷേ എന്തായാലും വളരെ സന്തോഷമുണ്ടെന്നറിയാം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എലിമാളങ്ങളുണ്ട്, ഇരുന്നാൽ പോയി. പുള്ളിക്കാരൻ ആ സമയം തൊട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ വാച്ച് ചെയ്ത് എങ്ങോട്ട് പോകുന്നു നോക്കി വന്നുകൊണ്ടാണ് നമുക്കിതിനെ കിട്ടാനുള്ള സാഹചര്യം. ഈ അടുത്ത കാലത്തേക്ക് ഈ എന്താ പറയുക, പേരൂർ, ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം പേരൂർ പിന്നെ പുല്ലാന്നിവിള ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു പുതിയ വർഷത്തിൽ 2026 ഈ ഒരു മാസം, ഈ ഒരു 10 ജനുവരി തുടക്കത്തിൽ ഇങ്ങോട്ട് എനിക്ക് 10ഓ 11ഓ കേസുകൾ വലിയ മൂർഖനദികളെ പിടിവിടാൻ പറ്റിയാണ്, ചേർന്ന് നദികളെ പിടിവിടുന്നത്. പക്ഷേ നമുക്ക് ടീം ഒരുമിച്ചില്ലായിരുന്നു. എനിക്ക് ടീം നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം നമുക്ക് പരിസരത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഈ വിറവ് ഇങ്ങനെയുള്ള സാധനം അടുക്കി വെക്കാതെ തന്നെ വീടിൻ്റെ പരിസരത്ത് അന്നന്ന് കാണുന്ന മാളങ്ങൾ അന്നന്ന് അടയ്ക്കണം. കാരണം പാമ്പ് കടിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടെന്നല്ല. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് കടിയേറ്റത് 10 കടികളാണ്. ഇവിടെ കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ, നമ്മുടെ ഗാന്ധിപുരത്തിനടുത്ത് ജ്യോതിശാലയം നടത്തുന്ന പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിൽ പുറകിൽ എന്താ പറയുക, മെറ്റിൽ കൂട്ടി വെച്ചിരുന്ന മെറ്റിലിൻ്റെ ഇടയിൽ ഭക്ഷണം തേടി വന്ന ഏകദേശം 7 വയസ്സോളം പ്രായമുള്ള മൂർഖനദിയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണമാവാനായിട്ട് കാത്തിരുന്ന 8 മാസത്തോളം പ്രായമുള്ള കുഞ്ഞ് മൂർഖനദിയും പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.